എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സ്മോക്കറിനാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല. അതേസമയം നമ്മുടെ പ്രിൻസസ് അവൾ അങ്ങനെ അന്നനടയൊക്കെ നടന്ന് ലൂഫിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം എപ്പോഴും ബീം ക്രിയേറ്റ് ചെയ്യാറുള്ള പോലെ ലവ് പോസ് ഒക്കെ കാണിച്ച് ലൂഫിയുടെ മുൻപിൽ നിൽക്കാണ്. ഉടനെ ആ സോൾജേഴ്സ് പറയും, നമ്മൾ കരുതിയതുപോലെയല്ല, അവള് ലൂഫിയെ കല്ലാക്കാൻ പോവാണ്. നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ തൊട്ടടുത്തേക്ക് വരും. എല്ലാവരും ചങ്കടിപ്പോട് കൂടെ ആ രംഗം നോക്കി നിൽക്കാണ്. ഇവിടെ ലൂഫിയോട് അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഇനിയും അവനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോഴായിരിക്കും അവളൊരു വമ്പൻ ട്വിസ്റ്റ് അവിടെ കാണിക്കുക. എയ്സിനെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഹാൻഡ് കഫിന്റെ കീ അത് അവള് അടിച്ചു മാറ്റിയിരുന്നു. അവളത് നൈസായിട്ട് ഇപ്പൊ ലൂഫിയുടെ കയ്യിൽ കൊടുക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ചുറ്റുമുള്ളവരെല്ലാവരും ലൂഫി നിശ്ചലമായിട്ട് നിൽക്കുന്നത് കണ്ട് എന്തുപറ്റി, അവനെ അവള് കള്ളാക്കി മാറ്റിയോ, എന്താ അവിടെ നടക്കണമെന്നറിയാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അവളുടെ കൈയൊക്കെ പിടിച്ച് താങ്ക് യു വെരി മച്ച്. ലൂഫി അവളുടെ കയ്യിൽ തൊടേണ്ട താമസം അവളാണെങ്കിൽ അനുരാഗ പരവശയായി അങ്ങനെ നാണം കുടുങ്ങി കളവൊക്കെ വരച്ച് കുറുവിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ലൂഫിയുടെ ഒരേ ഒരു മോട്ടോ അതെങ്ങനെയെങ്കിലും എയ്സിനെ റിലീസ് ചെയ്യുക എന്നതാണ്. അങ്ങനെ അവൻ എയ്സിന്റെ മുൻപിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി അവൾ അങ്ങനെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം വീണ്ടും ഒരു താങ്ക്സും പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. പ്രിൻസസ് ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്ന് പോലും അവൾക്ക് പറയില്ല. പ്രിൻസസിനാണെങ്കിൽ അവളുടെ നാണവും അനുരാഗവും എല്ലാം കൂടി പരവശയെ താഴേക്ക് വീഴാണ്. ഉടനെ ആ സോൾജിയേഴ്സ് അവർ വിളിച്ചു പറയും, ലൂഫി കാര്യമായിട്ട് പ്രിൻസസിനെ എന്തോ ചെയ്തു, ഇത്രയും പെട്ടെന്ന് പ്രിൻസസിന് മെഡിസിൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നാനാ ഭാഗത്ത് നിന്ന് ആൾക്കാർ ഓടി വരും. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ വലിയൊരു പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളും ലൂഫി ആയിട്ടുള്ള അടിപൊളി കല്യാണം. ഡയലാൻഡിലുള്ള ലേഡീസ് അവരെല്ലാവരും ഒരുങ്ങി സുന്ദരികളായി രാജകുമാരിയെ വരവേൽക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഗ്രാൻഡ്മയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാനുള്ള അധ്യക്ഷ സ്ഥാനം അത് അലങ്കരിച്ച് നിൽക്കും. അപ്പൊ എല്ലാവരുടെയും മുൻപിലൂടെ സർവാഭരണ വിഭൂഷണിയായി നമ്മുടെ ചുന്ദരി പെണ്ണ് ലേഡി ഹാൻകോക്ക് അവൾ അങ്ങനെ മന്ദം നടന്നു വരും. അവളുടെ തൊട്ടു മുൻപിലായി കോട്ടും ചൂട്ടും നെഞ്ചില് ഒരു പൂവൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ലൂഫി. അവൻ മുഖത്ത് ചെറിയൊരു മന്ദഹാസമായിട്ട് അവളെ പ്രണയപരവശനായി നോക്കും. ലൂഫി അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നൊക്കെ ഓർത്ത് അവളിപ്പോ ലൂഫിയെ തന്നെ നോക്കി നിൽക്കും. അപ്പൊ പൂക്കളുടെ ഇടയിലൂടെ ലൂഫി ഓടിച്ചാടി പോകുന്നതായിട്ട് അവൾക്ക് തോന്നും. അവരുടെ ഇടയിൽ വലിയൊരു അനാക്കോണ്ട പാമ്പ് ഒരു കണക്ഷൻ തന്നെ കൊണ്ടുവരും. അപ്പോഴായിരിക്കും അവളുടെ തൊട്ടു പിന്നിൽ നിന്ന് ഒരു നിലവിളി കേൾക്കുക, വിടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്മോക്കർ. പ്രിൻസസിനാണെങ്കിൽ ലൂഫി ആരും തടയുന്ന ഒട്ടും ഇഷ്ടമല്ല. അവൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് സ്മോക്കറിന് ഒരു ചവിട്ട് കൊടുക്കും. അവളുടെ ആ ഹീല് സ്മോക്കറിന്റെ വെപ്പനിൽ തട്ടി അതിപ്പോ കല്ലായി മാറും. എന്റെ ചെക്കന്റെ ദേഹത്ത് തൊട്ടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് അവൾ പറയും. അതിന് സ്മോക്കർ പറയും, നീ ഇപ്പൊ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്, ഗവൺമെന്റിന്റെ എതിരെയാണ് നീ ഇപ്പൊ നിന്റെ പവർ ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെ മുൻപോട്ട് പോയാ നിനക്ക് പലതും നഷ്ടമാവും. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ കയ്യിൽ കിട്ടിയ ആ കീ അതങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഉഷാറായിട്ട് ഓടും. അവൻ ഓടി ഇവാന്റെ മുൻപിലെത്തും. അതേസമയം ഇവാൻ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് കൂമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീ എന്തായി പറയണേ, റിയൽ കൂമ അവൻ മരിച്ചു പോയെന്നോ? അപ്പൊ ഇതാരാ? കൂമയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മിണ്ടില്ല. ഉടനെ ലൂഫി ആണെങ്കിൽ ഇവാനോട് പറയും, ഇവാൻ ദയവ് ചെയ്ത് നീ അവനോട് മാത്രം ഫൈറ്റ് ചെയ്യരുത്, അവൻ നിന്നെ അടിച്ചു പറത്തി വേറെ എവിടെങ്കിലും കൊണ്ടുപോയിടും. അപ്പോഴായിരിക്കും ഇവാൻ പറയാ, എനിക്കിവനെ നേരത്തെ അറിയാം, ഇപ്പൊ ഇവന്റെ ആറ്റിറ്റ്യൂഡില് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിനാ ഡോഫ്ലമിംഗോ പറയും, നീ ഉദ്ദേശിക്കുന്ന കൂമ അവൻ ഇവനല്ല. റിയൽ കൂമയുടെ കുറെ മെമ്മറീസ് ഇവന്റെ മെമ്മറിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എക്കോഫ് പങ്ക് അവൻ ഇവനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത് എല്ലാ മെമ്മറിയും ഇറേസ് ചെയ്തു. ഗവൺമെന്റ് ഇവനെ വെറും ഒരു ടൂൾ ആക്കിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. കൈയ്യ് കാല് എന്നിങ്ങനെ എല്ലാം ഓൾട്ടർ ചെയ്ത് അവര് പുതിയൊരു കൂമയുണ്ടാക്കി. സോ നീ എന്തൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും യാതൊരു പ്രയോജനവും ഇല്ല. അവരങ്ങനെ സംസാരിക്കുന്ന ഗ്യാപ്പില് ആ കൂമ അവനങ്ങനെ എയിം ചെയ്ത് വലിയൊരു ലേസർ ബോംബ് ഉപയോഗിച്ച് ലൂഫിയെയും ഇവാനെയും അവരെ രണ്ട് ധ്രുവത്തിലേക്ക് അട്ടിച്ചു തെറിപ്പിക്കും. ലൂഫി ചാടി എഴുന്നേറ്റ് അവസാനമായിട്ട് കൂമ അവൻ പറഞ്ഞൊരു കാര്യം അത് ആലോചിക്കും. ഇത് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് ആണ്. ലൂഫിക്കാണെങ്കിൽ ഏകദേശം കാര്യമൊക്കെ പിടികിട്ടും. പക്ഷെ അതേസമയം ഇവാൻ അവൻ ഇപ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. അവനാണെങ്കിൽ കൂമയുടെ അടുത്തേക്ക് വന്ന്, നിനക്ക് മനസ്സിലായില്ലേ, ഇത് ഞാനാണ് ഇവാൻ, നമ്മൾ രണ്ടുപേരും പഴയ ഫ്രണ്ട്സ് ആണ്, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയെന്ന് ചോദിക്കും. ഉടനെ കൂമ അവൻ അങ്ങനെ ടേൺ ചെയ്ത് ആ നേവി കൂട്ടത്തിനടുത്തേക്ക് പോകും. കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസ് അതവൻ റിമൂവ് ചെയ്ത് കൂമയാണെങ്കിൽ അവന്റെ കൈ നീട്ടി ആ പൈററ്റ്സുകളെ ആഞ്ഞടിക്കും. അവരെല്ലാം
ഏതൊക്കെയോ രാജ്യങ്ങളിലേക്ക് ഞൊട്ടിയടയിൽ തെറിച്ചു പോകും. അതിനുശേഷം കൂമ അവനാണെങ്കിൽ ഇപ്പൊ ഇവാനെ ഫോക്കസ് ചെയ്യും. കാര്യം പിടികിട്ടിയ ഇവാൻ അവന്റെ ഒരുപാട് രൂപങ്ങള് അവിടെ ക്രിയേറ്റ് ചെയ്യും. കൂമയ്ക്കാണെങ്കിൽ റിയൽ ഇവാൻ ഏതാണെന്ന് മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ നൈസായിട്ട് ഒന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്യും. അവന്റെ അത്രയും കണ്ണുകളുടെ പവർ അതൊറ്റ അടിക്ക് ഇപ്പൊ കൂമയുടെ നേർക്ക് വരും. ആ വമ്പം പവറില് കോമ അങ്ങനെ തെറിച്ചുപോയി അട്ടിച്ചു വീഴും. പക്ഷെ അവനാണെങ്കിൽ പൊടിയിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇവാൻ വീണ്ടും വിടില്ല. അടുത്തൊരു അടി കൂടെ അവന് നേരെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് അവൻ ഐസിലേക്ക് പോയി തെറിച്ചു വീഴും. ഇവാന്റെ പൈററ്റ്സ് കൂട്ടത്തിനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. വാവ്, നമ്മുടെ ഇവാൻ മാസ്റ്റർ അദ്ദേഹം പൊളിയാണെന്നൊക്കെ പറഞ്ഞ് മാസ്റ്ററുടെ പേരൊക്കെ വിളിച്ച് അവരങ്ങനെ ചെയർ ചെയ്യും. അതേസമയം ഇവാൻ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര സങ്കടം. എന്നെ കുറിച്ചുള്ള മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്തു അല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവൻ നിലത്ത് തലയിട്ടിപ്പിക്കും. അതിനുശേഷം ചാടി എഴുന്നേറ്റ് എന്റെ പവർ എന്താണെന്ന് അതിപ്പോ നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഇവാനാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ഒരുങ്ങി നിൽക്കും. ഇവാനാണെങ്കിൽ ബാക്കി പൈററ്റ്സിനെ ഇപ്പൊ ലൂഫിക്കൊപ്പം അയക്കും. ലൂഫി ആണെങ്കിൽ ആ പൈററ്റ്സിനെയും കൂട്ടി മുൻപിലേക്ക് കുതിക്കുകയാണ്. കട്ട് ചെയ്ത ഒരു കൂട്ടൻ നേവി സോൾജേഴ്സ് അവരാണെങ്കിൽ ബഗ്ഗിയും കുറെ പൈററ്റ്സ് നിന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരും. അവിടെയാണെങ്കിൽ ഇപ്പൊ അവരെ കാണാനില്ല. അവിടെ ചുറ്റും നോക്കും. ആട് കിടന്നെടുത്ത് ഒരു പൂട പോലില്ലെന്ന് പറയും പോലെ അവരാരെയും അവിടെ കാണാനില്ല. അപ്പൊ അവരുടെ തൊട്ടു പിന്നിലായിട്ട് വലിയൊരു ഐസ് മല കാണും. ഇതെങ്ങനെ ഇവിടെ വന്നു ചോദിച്ച് അവരിപ്പോ അതിൽ തൊട്ട് നോക്കും. ഐസിനാണെങ്കിൽ തണുപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെ സൂം ചെയ്ത് ആ ഐസിന്റെ ഉള്ളില് നമ്മുടെ ബഗ്ഗിയും ടീമും ആക്ച്വലി അത് ഐസ് അല്ല, നമ്പർ 3 ക്രിയേറ്റ് ചെയ്ത വാക്സ് ആണ്. അതിനടിയിലാണ് ബഗ്ഗി അടക്കം എല്ലാവരും ഒളിച്ചിരിക്കുക. അപ്പോഴും ആ പൈററ്റ്സ് ആണെങ്കിൽ ബഗ്ഗിയെ പൊക്കി അടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ബുദ്ധി അത് റോക്കറ്റ് ആണ്, ഇത്രയും വലിയൊരു മന്ദബുദ്ധിയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ ബഗ്ഗിയെ ഉയർത്തി ആകാശത്തെത്തിച്ചു. വാക്സ് ക്രിയേറ്റ് ചെയ്ത നമ്പർ 3ക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് പുച്ഛം തോന്നും. ഇപ്പൊ സമയം കഴിയുമ്പോ അവർ ആ വാക്സ് മല അതങ്ങനെ പൊക്കിയെടുത്ത് മാറ്റിവെക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ലൂഫിയും ആ പൈററ്റ്സ് ടീമും അവരങ്ങനെ ഉഷാറായിട്ട് ഓടുന്നതായിട്ട് ഇവര് കാണാം. ബഗ്ഗിയാണെങ്കിൽ നിലവിളിക്കും, ലൂഫി നിന്റെ കൂടെ ഞങ്ങളും ഉണ്ട്, ഞങ്ങൾക്കൊരു ഭയങ്കര പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബഗ്ഗി അവന്റെ പൈററ്റ്സ് ടീമുമായിട്ട് ലൂഫിയുടെ അടുത്തേക്ക് കുതിക്കും. അതിന്റെ ഏറ്റവും പുറകില് നമ്പർ 3, നീ ചെയ്തത് ഒരു പ്ലാൻ ആണോ? ഇതുപോലൊരു പൊട്ട പ്ലാനിങ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കാർപ്പിച്ച് തുപ്പും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ക്രൊക്കഡൈല് അവന്റെ ഒരു ലക്ഷ്യം വൈറ്റ് ബിയർഡിനെ തകർക്കണം. ഇതിനുവേണ്ടി ക്രൊക്കഡൈൽ ആണെങ്കിൽ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സിനെ തന്നെ തെരഞ്ഞു പിടിച്ച് തല്ലി കൊല്ലുകയാണ്. ഉടനെ ടെൻഷനായ വൈറ്റ് ബിയർഡ് ആളാണെങ്കിൽ ബാക്കിയുള്ള അവന്റെ കമാൻഡേഴ്സിനോടും പൈററ്റ്സിനോടും ക്രൊക്കഡൈലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയും. അടുത്ത നിമിഷം ആ ഡയമണ്ട് ജോസു അവൻ ചാടി വന്ന് ക്രൊക്കഡൈലിന്റെ മുഖത്ത് ഞെട്ടിക്കും. ചോര തുളുമ്പി അവൻ കിലോമീറ്ററുകളോളം തെറിച്ചുപോയി അട്ടിച്ചു വീഴും. ക്രൊക്കഡൈലാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ആ ഡയമണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ ഓടാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും ഡോഫ്ലമിംഗോ അവനിപ്പോ ആ ഡയമണ്ട് ജോസുവിനെ കൺട്രോൾ ചെയ്യും. അവനോട് ചോദിക്കും, നീ എങ്ങനെ ആ ഒരു ജയിൽ ചാടി ഇവിടേക്ക് എത്തി? ക്രൊക്കഡൈൽ പറയും, നീ ഈ സമയത്താണോ ഇതൊക്കെ ചോദിക്കുന്നേ? അതിനാ ഡോഫ്ലമിംഗോ, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് നിന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവനിപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് ചുറ്റുമുള്ള പൈററ്റ്സ് നേവിക്കാരെ എല്ലാം ഇരുവശങ്ങളിലേക്കും തള്ളിയിട്ടും ഫൈറ്റ് ചെയ്തും മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഹോക്കായി അവനാണെങ്കിൽ ഇപ്പൊ ഷാങ്ക്സിനെ മനസ്സിൽ വിചാരിച്ച് ലൂഫിക്ക് മുൻപിലേക്ക് വരാ. ലൂഫി ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. കാരണം അവനോടൊപ്പം ഫൈറ്റ് ചെയ്ത് സോറോ മരണത്തിന്റെ വക്കിലെത്തിയതാണ്. ഞാനെങ്ങനെ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കും? എന്തായാലും കുഴപ്പമില്ല, ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.